ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഇന്ന് കർണാടക സംഗീതത്തിലെ സിലബസ് പ്രകാരം സപ്തതാള അലങ്കാരത്തിലെ രണ്ടാമത്തെ നോട്ടാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ സിലബസ് എന്ന് പറയുന്നത് കർണാടക സംഗീതം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് താളം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിലബസാണിത്. സാധാരണ ആദ്യ താളം കഴിഞ്ഞ് അടുത്ത താളത്തിലേക്ക് കടക്കുന്ന ഒരു സിലബസാണ് അലങ്കാരം എന്ന് പറയുന്നത്. അപ്പം സ്വരങ്ങൾ പ്രാക്ടീസ് ആകുന്നതിനൊപ്പം തന്നെ പ്രധാനമായിട്ടും ഇത് 7 താളങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സിലബസാണ്. ഓർഗൻ കീബോർഡ് പഠിക്കുമ്പം അത് നമ്മൾ പാലിക്കേണ്ടതായിട്ട് തന്നെ വരുന്നു. അതുകൊണ്ട് താളം നിങ്ങൾ മനസ്സിലാക്കി വേണം ഈ നോട്ട് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പം നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഷൺമുഖപ്രിയ എന്ന രാഗമാണ് പരിചയപ്പെടുത്തുന്നത്. ഷൺമുഖപ്രിയ രാഗം 56ാമത്തെ മേളകർത്ത രാഗമാണ്. വളരെ മനോഹരമായ രാഗമാണ്. ഇതിനകത്ത് മൈനർ നോട്ടും മേജർ നോട്ടും എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു രാഗം കൂടിയാണ് ഷൺമുഖപ്രിയ രാഗം. രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം താളം പിടിക്കുന്ന രീതി, താളത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാം. അതിനുശേഷം നമുക്ക് സിലബസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന താളം എന്ന് പറഞ്ഞാൽ ചതുരസ്രജാതി മഠ്യതാളമാണ്. ഈ താളത്തിനകത്ത് ഒരു താളവട്ടത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന അക്ഷരക്കാലം എന്ന് പറയുന്നത് 10 അക്ഷരമാണ്. പാട്ട് പഠിക്കുന്ന കുട്ടികൾ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ താളവും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഈ സ്വരത്തിൻ്റെ മുകളിൽ നമ്മൾ ഒരു സിമ്പിൾ കൊടുക്കും. 1, 0 ഇങ്ങനെയൊക്കെ സിമ്പിൾ കൊടുക്കും. യു സിമ്പിൾ ഇങ്ങനെയൊക്കെ കൊടുക്കും. അപ്പം ഒരു സ്വരത്തിൻ്റെ മുകളിൽ 1 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് ലഘു എന്നാണ് അതിൻ്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സമം കഴിഞ്ഞ് ഇങ്ങനെ അക്ഷരങ്ങൾ എണ്ണുന്ന രീതിക്കാണ് ലഘു എന്ന് പറയുന്നത്. അതുപോലെ ഗുരു എന്ന് പറഞ്ഞാൽ ഒരടിയും ഒരു വീച്ചും മാത്രമേ വരത്തുള്ളൂ. ഗുരു എന്ന് അത് നമ്മൾ മനസ്സിലാക്കുക. ലഘു ഗുരു ഇത് രണ്ടും പ്രധാനമായിട്ടും വരുന്ന ഘടകം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലഘു ഗുരു ഈ 2 സംഖ്യ മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ അക്ഷരക്കാലം വരുമ്പോൾ 4, 2, 4 ഇങ്ങനെയാണ് അതിൻ്റെ അക്ഷരം ക്രമം വരുന്നത്. അപ്പോൾ ഫസ്റ്റിൽ 4 അക്ഷരം, പിന്നെ 2 അക്ഷരം, പിന്നെ 4 അക്ഷരം. ഒരു താളവട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വരത്തിൻ്റെ സ്റ്റാർട്ടിങ് 2 വര വരും. അത് കഴിഞ്ഞ് സ്വരത്തിൻ്റെ അവസാനം 2 വര വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനിടയ്ക്കുള്ള അക്ഷരത്തിൻ്റെ എണ്ണമാണ് ഒരു താളവട്ടമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 10 അക്ഷരമാണ് ഒരു താളവട്ടത്തിനകത്ത് വരുന്നത്. സരിഗരി സരി സരിഗമ ഇങ്ങനെയാണ് സ്വരം പാടുന്ന രീതി. അപ്പോൾ ഷൺമുഖപ്രിയ രാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് സിലബസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് രാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതിനകത്ത് ഈ കൂടിയരിയാണ്, ഗാന്ധാരം കുറഞ്ഞതാണ്, മധ്യമം കൂടിയതാണ്, പഞ്ചമവും ഷഡ്ജവും സ്വരസ്ഥാനം കൂടിയതും കുറഞ്ഞതുമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ സ്ഥായിക്ക് വ്യത്യാസം വരും. ഓരോ സ്ഥായിക്ക് മന്ത്രസ്ഥായി, മധ്യസ്ഥായി, താരസ്ഥായി ഇങ്ങനെ സ്ഥായി മാറുമ്പോൾ അതിൻ്റെ സ്ഥായിയുടെ പിച്ചിന് വ്യത്യാസം വരും. കൂടിയ സ്ഥായും കുറഞ്ഞ സ്ഥായും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. പഞ്ചമം ഷഡ്ജം ഈ 2 സ്വരങ്ങളും. ദൈവതം കുറഞ്ഞ ദൈവതമാണ്, നിഷാദം കുറഞ്ഞതാണ്. അപ്പം കീബോർഡിനകത്ത് ആ 2 നോട്ട് മൈനസ് നോട്ട് കറുത്ത കീയാണ് വരുന്നത്. ഗാന്ധാരം ആ സ്വരം കറുത്ത കീയാണ് വരുന്നത്. അപ്പം അതിൻ്റെ ആരോഹണം മധ്യമം കറുത്ത കീയാണ് വരുന്നത്. പ്രതിമധ്യമാണ് വരുന്നത്. ഇതിനകത്ത് മാ കറുത്ത കീയാണ്, കൂടിയ മായാണ് വരുന്നത്.
അപ്പം അതിൻ്റെ ആരോഹണം അവരോഹണം ഞാൻ ഒന്ന് വായിച്ച് ഏൽപ്പിക്കും. സ രി ഗ മ പ ദ നി സ സ നി ദ പ മ ഗ രി സ. ഇത് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം നല്ലപോലെ സ്പീഡ് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. സ രി ഗ മ പ ദ നി സ സ നി ദ പ മ ഗ രി സ. ഇങ്ങനെ സ്പീഡ് കുറയ്ക്കാൻ നിങ്ങൾ ഇതിൻ്റെ ആരോഹണം അവരോഹണം നിങ്ങൾ പഠിക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് പറയാം. നിങ്ങൾ ബുക്ക് ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക. ഓരോ ലൈൻ പറഞ്ഞതിന് ശേഷം അതൊന്ന് വായിച്ചേൽപ്പിക്കാം. ഫസ്റ്റ് ലൈൻ സരിഗരി സരി സരിഗമ, ഇങ്ങനെയാണ് സ്വരം വരുന്നത്. നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. സ രി ഗ രി സ രി സ രി ഗ മ. ഇതാണ് ഫസ്റ്റ് ലൈൻ. രണ്ടാമത്തെ ലൈൻ രീ ഗ മ ഗ രീ ഗ രീ ഗ മ പ രീ ഗ മ ഗ രീ ഗ രീ ഗ മ പ. അവിടെ നമുക്ക് പഞ്ചമത്തിന് അഞ്ചാമത്തെ വിരൽ ഉപയോഗിക്കാം. മറ്റു സ്വരങ്ങൾ 4 3 2 1 ഇങ്ങനെയാണ് വിരൽ വരുന്നത്. 1 2 3 4 5 ഇവിടെ വരും. പഞ്ചമം വരെയുള്ള നോട്ടാണ് നമ്മൾ പഞ്ചമത്തിന് അഞ്ചാമത്തെ വിരൽ. പഞ്ചമം കവർ ചെയ്ത് നോട്ട് വരുമ്പം പഞ്ചമ തള്ളവിരൽ പ്ലേ ചെയ്യണം. അത് നമ്മൾ ഓർത്തിരിക്കണം. രണ്ടാമത്തെ ലൈൻ ഒന്ന് പറയാം. രീ ഗ മ രീ ഗ മ ഗ രീ ഗ രീ ഗ മ പ. മൂന്നാമത്തെ ലൈൻ ഗ മ പ മ ഗ മ ഗ മ പ ദ ഗ മ പ മ ഗ മ ഗ മ പ ദ. അടുത്ത ലൈൻ മ പ ദ പ മ പ മ പ ദ നി. വായിക്കാൻ നേരത്ത് ഈ മായ്ക്കും ദായ്ക്കും ഒരു വിരല ഉപയോഗിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. മായ്ക്കും ദായ്ക്കും ഒരു വിരൽ തന്നെ വായിക്കുക. മാ പ ദാ പ അപ്പം നോട്ട് വിരൽ കവർ ചെയ്യുക. മാ പ ദാ നി. അടുത്ത് പ ദാ നി ദാ പ ദാ പ ദാ നി സ. ആരോഹണം കവർ ചെയ്തു. ഇനി അവരോഹണം വായിക്കാൻ നേരത്ത് സാനി ദാനി സാനി സാനി ദാ പ. നെക്സ്റ്റ് ലൈൻ നീ ദാ പ ദ നീ ദ നീ ദാ പ മ നീ ദാ പ ദ നീ ദ നീ ദാ പ മ ദാ പ മ പ ദാ പ ദാ പ മ ഗ. നെക്സ്റ്റ് ലൈൻ പ മ ഗ മ പ മ പ മ ഗ രി. നെക്സ്റ്റ് ലൈൻ മ ഗ രി ഗ മ ഗ മ ഗ രി സ. ഇതാണ് ഇതിൻ്റെ ആരോഹണം അവരോഹണം വായിക്കുന്ന രീതി. നിങ്ങൾ സ്പീഡ് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് വേണം ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് വായിച്ച് എത്തിക്കും.
ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഓരോ കാലത്തിലും 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം വരെ നിങ്ങൾ അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് ഇതിപ്പോൾ പഠിച്ചെടുക്കുക. അപ്പം വളരെ നല്ലൊരു മേജർ രാഗമാണ്. സ്വരസ്ഥാനങ്ങൾ കൂടിയ സ്വരങ്ങളും കുറഞ്ഞ സ്വരങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ വരുന്ന സ്വരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഇത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പഠിച്ചെടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമായാണ്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി ചോദിക്കുക, സംശയങ്ങൾ പറഞ്ഞു തരും. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. ഇത് കീബോർഡ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ വേഗം കീബോർഡ് പഠിക്കുന്നതിനുള്ള ഒരു സിലബസ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതോടൊപ്പം തന്നെ കർണാടക സംഗീതം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ സ്വരസ്ഥാനങ്ങൾ, ഓരോ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സ, രി, ഗ, മ, പ, ധ, നി, സ, ഈ സ്വരസ്ഥാനങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പം വീഡിയോ ഇവിടെ പൂർണ്ണമാണ്. താങ്ക്സ്.